ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വോളറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിലെ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളത്. ഒപ്പം നമ്മൾ കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ എല്ലാ കമ്മോഡിറ്റികളും ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ നാളെയാണ് റീ ഓപ്പൺ ചെയ്യുള്ളൂ ഹോളിഡേക്ക് ശേഷം. അതിനുശേഷമാണ് ഒരു മെറ്റൽ സ്റ്റോക്കുള്ള ഒരു ആക്ഷൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ഫോറക്സ് റിസർവ് റെക്കോർഡ് ഹൈയിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. Q1 വരെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് വളരെ കുറവായിരുന്നു. പക്ഷേ Q2 മുതൽ ഡെപ്പോസിറ്റ് ഗ്രോത്തും കൂടിയിരിക്കുകയാണ്. കാത്തലിസറിയം ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കാഴ്ചവെച്ചിട്ടുള്ളൊരു ബാങ്ക്. ഒപ്പം ലോൺ ഗ്രോത്തും കാത്തലിസറിയം ബാങ്ക് തന്നെയാണ് ബെറ്റർ നമ്പേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട് ബ്ലാക്ക് റോക്കായിട്ട്. ആ ജോയിൻറ്റ് വെഞ്ചറിന് AMC ബിസിനസ്സിലേക്കുള്ള അപ്രൂവലും കൂടി സെബി നൽകിയിട്ടുണ്ട്. ധാരാളം പുതിയ ETFകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിനിടയാക്കും. ജിയോ ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ടൈറ്റൻ Q2 ഗൈഡ് ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വിട്ടിരുന്നു. ബെറ്റർ ഫിഗേഴ്സാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ടൈറ്റനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പം ലക്ഷറി രംഗത്തുള്ള എല്ലാ സ്റ്റോക്കുകളെ സംബന്ധിച്ചും Q3 പോസിറ്റീവാണ്. കാരണം ധാരാളം മാരേജസും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസൊക്കെയുള്ള ഒരു ക്വാർട്ടറാണ് Q3. തീർച്ചയായിട്ടും കല്യാൺ ജുവലേഴ്സ്, ടൈറ്റൻ, ഇന്ത്യൻ ഹോട്ടൽസ്, ITC, വണ്ടർല ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം അലുമിനിയത്തിൻ്റെ പ്രൈസ് കഴിഞ്ഞ മാസം 22% ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിയിട്ടുള്ളത്. അലുമിനിയ ഷോർട്ടേജ് വരും. ചൈനീസ് അനൗൺസ്മെൻറ്റുകളെല്ലാം തന്നെ മെറ്റൽസിന് പൊതുവേ അലുമിനിയത്തിനും കോപ്പറിനും സ്റ്റീലിനൊക്കെ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു അസംഷനും കൂടിയാണ്. അപ്പോൾ നാൽക്കോ, ഹിൻഡാൽക്കോ അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഈ ആഴ്ച വേദാന്ത അവരുടെ 4th ഇൻ്ററിം ഡിവിഡൻഡും കൂടി ഡിക്ലെയർ ചെയ്യുകയാണ്. അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പൊതുവേ മെറ്റൽസ് ഒരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. M&M പുതിയ SUV താർ റോക്സ് ബുക്ക് ചെയ്ത് 1 മണിക്കൂറിൽ തന്നെ 1.76 lakhs യൂണിറ്റിനാണ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. എക്സലൻറ്റ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി അവർ ലോഞ്ച് ചെയ്യാണ്. 2026 ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ന്യൂസുകളെല്ലാം തന്നെ M&Mനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പം ഷിപ്പിംഗ് കമ്പനികൾക്ക് ധാരാളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ് ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയ നിയമം വന്നതിന് ശേഷം ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. പ്രത്യേകിച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ, അതുപോലെ തന്നെ കണ്ടെയ്നർ ലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഒരു പക്ഷേ ഉണ്ടാവാൻ പോകുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ്. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ 2 കോപ്പർ മൈനുകൾ ഓപ്ഷന് വെച്ചിരിക്കുകയാണ്. ഹിൻഡാൽക്കോയും JSW ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണെന്ന് പൊതുവേ ഉള്ളത്. അതോടൊപ്പം തന്നെ പുതിയ ലിസ്റ്റിങ്ങുകളുണ്ട്, പുതിയ IPOs ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ എക്സിറ്റ് പോളുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിസൾട്ടുകൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന നാളെയാണ്. കേന്ദ്രം ഭരിക്കുന്ന മുന്നണി വലിയ ദയനീയ തോൽവിയാണ് നേരിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് നീജർക്ക് റിയാക്ഷൻ മാർക്കറ്റിൽ കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള ഒരു വൊളാറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ വീണ്ടും വഷളാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും വന്നേക്കാം. ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ ഉണ്ട്. October 9 അതോടൊപ്പം തന്നെ October 10 മുതൽ മേജർ കമ്പനികളെല്ലാം തന്നെ Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാണ്. അപ്പോൾ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. അതിൻ്റെ വൊളാറ്റിലിറ്റി പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ബയാസിലുള്ള ഇമ്പാക്റ്റൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടേക്കാം. ഒപ്പം ഗ്ലോബൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. കാരണം വലിയ രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വല്പം നെഗറ്റീവാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്കുള്ള തോൽവി മാർക്കറ്റിൽ ചെറിയൊരു പ്രഷറൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ലോങ് റണ്ണിൽ നമ്മുടെ മാർക്കറ്റ് മറ്റു മാർക്കറ്റുകളെ ഔട്ട് പെർഫോം ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ഒപ്പം
നമ്മളെല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ കോഷനോടുകൂടി മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. കാരണം ഇസ്രായേൽ ഹമാസ് ഇറാൻ ഇഷ്യൂ വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. അതിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഒരു പക്ഷേ പെട്ടെന്നൊക്കെ വന്നേക്കാം. അതിനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി നടത്തി മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി ഒരു പക്ഷേ 24,700 24,400 വരെയൊക്കെ താഴ്ന്നേക്കാം. വലിയ രീതിയിൽ സെൽ ഓഫ് വരികയാണെങ്കിൽ. പക്ഷേ അത്തരത്തിലുള്ളൊരു ഇവൻ്റ് ഒന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നാളത്തെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഡിക്ലറേഷന് ശേഷം നമുക്കൊരു വൊളാറ്റിലിറ്റി ഒക്കെ പ്രതീക്ഷിക്കാം. ഒപ്പം ഗ്ലോബൽ മാർക്കറ്റുകൾ വീക്ക് ആവുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂടി ആകുമ്പോൾ ഒരു പക്ഷേ 24,700 വരെയൊക്കെ എത്തിയേക്കാം. പക്ഷേ Q2 റിസൾട്ടുകൾ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഇന്ന് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ക്വിക്ക് ഹീൽ ടെക്നോളജീസ് ഉണ്ട്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ദ്രോണാചാര്യ BSE SMEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ ഒരു പോസിറ്റീവ് ബയാസിലൊരു സെൻറ്റിമെൻ്റ് ഇന്ന് കണ്ടേക്കാം. നല്ല വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.